ഗൈസ് അപ്പോൾ ചൈനയിൽ IQ30 സീരീസ് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡിസൈനിൽ കുറച്ചൊരു ഡിഫറൻറ്റ് വരുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാമറകൾക്ക് ചുറ്റുമുള്ള ഒരു ബമ്പ് ആക്ച്വലി ക്യാമറകളുടെ ബമ്പ് മാത്രമല്ല, പകരം അതിൽ ഔറ ലൈറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ലൈറ്റ് ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഔറ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഒരുപാട് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയി കിടക്കുന്നത് അത്ര ഒരു രസമുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം ഈ ഒരു ഡിസൈൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് പേഴ്സണലി ഈ ഒരു ഡിസൈൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. ഇതിനേക്കാളും കൂടുതൽ ഈ ഒരു ഫോണിനെ ഹൈലൈറ്റ് ആയിട്ട് നിർത്തുന്നത് മറ്റൊന്നുണ്ട്. അതായത് എന്തിനേലും പ്രൊഫസർ ചിട്ടിക്ക് റെഡ് ചിപ്പ് വെച്ചിട്ടുള്ളത് പോലെ തന്നെ സ്നാപ്ഡ്രാഗന്റെ കയ്യിൽ നിന്ന് IQ ഇതിൽ മോസ്റ്റ് പവർഫുൾ ആയുള്ള ഒരു ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. കൊൽക്കം സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു ഡിവൈസിലുള്ളത്. അതായത് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് ഈ ഒരു ഡിവൈസിൽ ഇവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രിപ്പിൾ സെറ്റപ്പിലുള്ള ക്യാമറകളിൽ 50 MB ക്യാമറകളാണ് ഉള്ളത്. ഈ ഒരു ക്യാമറകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 8K റെസൊല്യൂഷനിൽ മാക്സിമം വീഡിയോസ് ഒക്കെ എടുക്കാൻ സാധിക്കും. ആൻഡ് അത് മാത്രമല്ല LTPO AMOLED പാനലും കൊടുത്തിട്ടുണ്ട്. പിന്നെ 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു ഗെയിമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ മറ്റെന്താണ് വേണ്ടത്? ഇതിനൊക്കെ പുറമെ 6150 mAh ബാറ്ററി ലൈഫിന് 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. സോ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് കംപ്ലീറ്റ്ലി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഡിവൈസിന്റെയാണ്. ഇതേ സ്പെസിഫിക്കേഷൻസിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിലുമാണ് ഈ ഒരു ഡിവൈസിനെ IQ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.